Hello friends, welcome back to my channel. I can help you learn English. This is the first in a series of videos on English grammar. Today's topic for discussion is word as building blocks of language. Words as building blocks of language. You must have seen children play with building blocks. They actually create different structures from them using them. Some are very complex, their structures. അവരുണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സ് ചിലത് വളരെ കോംപ്ലക്സ് ആണ്. Some are simple. എങ്കിലും അവർ വീടുകളും അതുപോലെ കോട്ടകളും കാസ്റ്റൽസും ചേർച്ചസും ഒക്കെ നിർമ്മിക്കുന്നുണ്ട് അല്ലെ. ഇനി ഈ ബിൽഡിംഗ് ബ്ലോക്സ് ആർ ഓൾ ദി ബിൽഡിംഗ് ബ്ലോക്സ് ദി സെയിം ഷേപ്പ് ആൻഡ് സൈസ് അല്ലെ. പല ഷേപ്പ് ഉണ്ട്. നമുക്ക് സിലിണ്ടറിക്കൽ ആയിട്ടുള്ളതുണ്ട്, ട്രയാങ്കുലർ ആയിട്ടുള്ളത് ചിലപ്പോൾ ഉണ്ടാവാം അല്ലെ. നമുക്ക് പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. നമുക്ക് അവ ഉപയോഗിച്ചാണ് അവര് ഒരു സ്ട്രക്ചറുകൾ ഒരു constructions ഉണ്ടാക്കുന്നത്. നോക്കൂ, this actually applies to languages also. This is true for languages as well. എന്താണ് ഇതിന്റെ പ്രത്യേകത? Words are the building blocks of language. That means of a language or of all languages. അല്ലെ, എല്ലാ ഭാഷകളിലും ഇതുണ്ട്. ഇത് എല്ലാ ഭാഷകൾക്കും ആപ്ലിക്കബിൾ ആണ് അല്ലെ. വേർഡ്സ് കൊണ്ടാണ് നമ്മൾ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുന്നു, ഫ്രേസ് ഉണ്ടാക്കുന്നു, ആൻഡ് ദെൻ ക്ലോസ് ഉണ്ടാക്കുന്നു, സെന്റൻസ് ഉണ്ടാക്കുന്നു. വേർഡ്സിന് താഴെ വേർഡ്സിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം മോർഫീംസ് ആയിട്ടും പിന്നെ മോർഫീംസിനെ നമുക്ക് ഫിനീംസ് ആയിട്ടും ഒക്കെ മാറ്റാം. പക്ഷെ മീനിങ് ഫുൾ ആയ ഒരു 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 യൂണിറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേർഡ്സ് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്കൊരു ഒരു ധാരണയിലെത്താം. വേർഡ്സ് ആർ ദി ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലാംഗ്വേജ് അല്ലെ. Without words, it's impossible for us to construct sentences. അല്ലെ, വേർഡ്സ് ഇല്ലാതെ നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെ. നോക്കൂ, അപ്പൊ വേർഡ്സിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ് എന്നാണ് നമ്മൾ കണ്ടത്. ഇത് ഒരിക്കലും മറന്നു പോകരുത്. ഇത് നോക്കൂ, എന്താണ് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട്സ് എ സെന്റൻസ്? നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് കൊടുക്കാം അല്ലെ. സെന്റൻസ് എന്ന് പറഞ്ഞാൽ it's a group of words. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് arranged in a grammatically acceptable order. കേട്ടാ മനസ്സിലാവോ? ഗ്രാമറ്റിക്കലി അക്സെപ്റ്റബിൾ ആയി എങ്ങനെയെങ്കിലും നമ്മൾ വേർഡ്സ് പറക്കി വെച്ചാൽ പോരാ. അതിന് ഗ്രാമറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതി ഉണ്ട്, അതായിരിക്കണം, അങ്ങനെ ആയിരിക്കണം അല്ലെ. നമുക്ക് ടു മേക്ക് കംപ്ലീറ്റ് സെൻസ് മനസ്സിലാവുന്ന മട്ടിൽ ഒരു ഡെഫിനിഷൻ എക്സ്പ്ലനേഷൻ തന്നുള്ളത്. അപ്പൊ വേർഡ്സ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ, സെന്റൻസസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? വേർഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഗ്രാമറ്റിക്കലി അക്സെപ്റ്റബിൾ ഓർഡർ. ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട് അല്ലെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ആക്ച്വലി ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജസ് ഷെയർ ദി സെയിം ക്വാളിറ്റീസ്. ദർ ആർ സോ മെനി തിങ്സ് സിമിലർ ഇൻ ബിറ്റ്വീൻ ലാംഗ്വേജസ് അല്ലെ. ലാംഗ്വേജുകൾക്കിടയിൽ നമുക്ക് ഒരുപാട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം, സിമിലർ ഫീച്ചേഴ്സ് കാണാൻ പറ്റും, സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ പറ്റും. നമുക്ക് അതുകൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ വേർഡ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞു, ഒരു സെന്റൻസ് എന്താണെന്ന് അറിഞ്ഞു. ഇനി നോക്കൂ, കുട്ടികൾ കളിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ഡിഫറെന്റ് സൈസും ഷേപ്പും ഒക്കെ ആണെന്ന് പറഞ്ഞു. ഓരോന്നിനും ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന കുറെ പേരുണ്ടാവും, അവരെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റും അല്ലെ. അത് തന്നെയാണ് വേർഡ്സിനെ പറ്റി. ട്രൂ ഫോർ വേർഡ്സ് ആസ് വെൽ. വേർഡ്സിനും ഇത് ട്രൂ ആണ്. എന്തുകൊണ്ട്? കാരണം നമുക്ക് ഏതാണ്ട് 1,70,000 വേർഡ്സ് ഏതാണ്ട് കൃത്യമായ നമ്പറില്ല, അത് ഉണ്ടെന്ന് കരുതുന്നു. ഈ 1,70,000 വരുന്ന വാക്കുകളെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ട്രഡീഷണൽ ഗ്രാമറിൽ 8 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. 8 വേർഡ്സ് ആയിട്ട് 8 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നോക്കൂ, നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇതൊന്നും ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നില്ല, ഓർമ്മിപ്പിക്കുകയാണ്. നൗൺ,
then adjective, verb, preposition, conjunction, interjection. ഒന്നുകൊണ്ട് വെർബ് എഴുതി നമുക്ക് ഇവിടെ adverb എന്നുണ്ട് എഴുതാം. adverb. അപ്പൊ noun, pronoun, adjective, verb, adverb, preposition, conjunction, interjection. 1, 2, 3, 4, 5, 6, 7, 8. നമുക്ക് ട്രഡീഷണൽ ഗ്രാമർ പ്രകാരം എത്രയുമാണ്. പക്ഷേ മോഡേൺ ഗ്രാമറിൽ ഇതിലൊരു കാര്യം കൂടി ചേർത്തിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം കൂടെ ചേർക്കാം. DETERMINERS, determiners. So one more part of speech is there, that is determiners. മനസ്സിലായല്ലോ? ഈ determiners എന്ന് പറയുന്നത് നമുക്ക് ഒരു വേർഡ് ക്ലോസ് ആണ്. അപ്പൊ how many word clauses are there in English? എത്ര വേർഡ് ക്ലോസ് ഉണ്ട് ഇംഗ്ലീഷിൽ? നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന പോലെ തന്നെയാണ് വേർഡ് ക്ലോസസ് എന്ന് പറയുന്നത്. നമുക്ക് 9 word clauses in English. There are 9 word clauses in English. ഞാനിപ്പോ ട്രഡീഷണലായി നിങ്ങൾ എന്താണ് what is a noun, what is a pronoun, what is an adjective, what is a determiner എന്ന് തൽക്കാലം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഭാഷ പഠിക്കുന്നതിനിടയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പഠനത്തിന്റെ ആവശ്യം, അങ്ങനെ നിങ്ങളത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യും. ഈ 9 പാർട്സ് ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെന്റൻസ് നിങ്ങൾക്ക് തരിക. നമുക്കിതൊരു ഒരു ടോസ്ക് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. വലിയ കാര്യമൊന്നുമല്ല ഇത്. നോക്കുമെങ്കിലും നോക്കൂ. ഞാൻ ഈ സെന്റൻസ് ഇവിടെ എഴുതിയിടുക. നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറും ഒരു ഷീറ്റ് ഓഫ് പേപ്പറും പേനയോ പെൻസിലും ഉണ്ടാകണം തീർച്ചയായിട്ടും. സോ കീപ് 1 or 2 sheets of paper and a pen or pencil handy. കയ്യിലെടുക്കണം. കാരണം നോക്കൂ, whenever you come across new piece of information, please jot it down. അത് എഴുതിയിടുക. ഇപ്പൊ നമ്മൾ കണ്ടു 9 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ മനസ്സിലായല്ലേ? തീർച്ചയായിട്ടും നിങ്ങളത് കുറിച്ചെടുക്കണം. നോക്കൂ, അപ്പൊ 9 പാർട്സ് ഓഫ് സ്പീച്ച് നമ്മളുണ്ട്. അപ്പൊ ഈ 9 പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങളുടെ മനസ്സിൽ തങ്ങിയിരിക്കാൻ നമുക്ക് ലാംഗ്വേജ് ലേണിംഗ് അഥവാ ഗ്രാമർ നമുക്ക് ഒരു ആബ്സ്ട്രാക്ട് ഐഡിയ ആയിട്ടല്ല കാണേണ്ടത്, അല്ലെ? നമുക്ക് അത് ഫീൽ ചെയ്യണം. നമുക്ക് മനസ്സിലായല്ലേ? അത് ഫീൽ ചെയ്യാനുള്ളൊരു സമയമാണ്. അത് ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് യു ക്യാൻ പുഷ് ദീസ് ഐഡിയസ് ഇൻ യുവർ ബ്രെയിൻ, അല്ലെ? അത് ഇൻ ടേൺ ഇറ്റ് ബിക്കംസ് എ വർക്കിംഗ് ഇൻപുട്ട്. അത് ഒരു വർക്കിംഗ് ഇൻപുട്ടായി മാറും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഞാനൊരു സെന്റൻസ് ആണ് തരുന്നത്, നിങ്ങൾ ട്രൈ ചെയ്യണം. അതിനകത്ത് ഈ 9 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടോ അല്ലെങ്കിൽ വേർഡ് ക്ലാസസ് ഉണ്ടോ? നിങ്ങൾ ഫസ്റ്റ് വേർഡ് W. Wow. Little Sam. കൊച്ചുകുട്ടിയുടെ പേരാണ് ലിറ്റിൽ സാം. ലിറ്റിൽ എന്ന് പറയുന്നത് കുഞ്ഞാണ്, സാം ആണ് എന്റെ പേര്. റെഗുലർലി REGULAR feeds his pets in the mornings, MORNINGS, mornings and evenings, before he eats. Before he eats. വേണമെങ്കിൽ ഒരു വാക്കുകൂടെ നമുക്ക് ചേർക്കാം. Before he eats anything. നോക്കൂ, കുറേ വാക്കുകൾ ഇതിനകത്തുണ്ടല്ലോ. അതിനൊരു മീനിങ് ഉണ്ട്. ഇറ്റ്സ് എ സെന്റൻസ്. ഈ സെന്റൻസ് ഉണ്ടാക്കാൻ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ തോന്നുന്നത് പോലെയല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മള് വീടുകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് സിന്റാക്സ് എന്ന് പറയും. SYNTAX, അല്ലെ? നോക്കൂ, ഇപ്പൊ കൃത്യമായി ഇതിനൊരു മീനിങ് ഉണ്ടാകത്തക്ക രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സെന്റൻസ് എന്താണെന്ന് ഉദാഹരണം ഇത് തന്നെയാണ്, അല്ലെ? ഇതൊരു കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. കാരണം എല്ലാം വേർഡ് ക്ലാസും വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തത്. നമുക്കിതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കൂ. പല വേർഡ്സും ഒന്നിലധികം വേർഡ് ക്ലാസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. ഓരോ സന്ദർഭങ്ങളിൽ അത് ഫോർ എക്സാമ്പിൾ നമുക്ക് ബിഫോർ ഒരു പ്രിപ്പോസിഷൻ ആകാം, നമുക്കതൊരു adverb ആകാം, ചില സന്ദർഭങ്ങളിൽ അതൊരു കൺജങ്ഷനും ആകാം, അല്ലെ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതല്ലേ? അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കൂ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്
We can clear that in the next session. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് കമന്റ് ബോക്സിൽ അത് എഴുതിയാൽ മതി. നമുക്ക് അടുത്ത ദിവസം പരിഹരിക്കാം. എല്ലാവരും എഴുതിയെടുത്തല്ലോ ഇത്. Wow, little Sam regularly feeds us pets in the mornings and evenings. നോക്കൂ, അതും എങ്ങനെ ബിഫോർ ഹി ഈറ്റ്സ് ഓർ ബിഫോർ ഹി ഈറ്റ്സ് എനിത്തിങ്. ഇതിപ്പോ വേണമെങ്കിൽ എഴുതിയാൽ ബിഫോർ ഹി ഈറ്റ്സ് എന്ന് പറഞ്ഞാലും സെന്റൻസ് പൂർണ്ണമാണ് അല്ലെ. അപ്പൊ ഇതൊരു സെന്റൻസ് ആണ്, വേർഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഇനി വേർഡ്സിനെ ഫർദർ ഡിവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, അങ്ങനെ വരുമ്പോ അവ മോർഫീംസ് ആണ്. ഈ വാക്കുകൂടി നിങ്ങൾ പഠിക്കേണ്ടി വരും ഈ ക്ലാസ്സിൽ. MORPHEMES. മോർഫീംസ് എന്ന് പറയുന്നതും ഒരു യൂണിറ്റ് ആണ്, ഒരു ഗ്രാമറ്റിക്കൽ ഫംഗ്ഷൻ ഉള്ള ഒരു യൂണിറ്റ് ആണ്. മനസ്സിലായില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ് മോർഫീംസ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ മലയാളത്തിലും എല്ലാ ഭാഷകളിലും മോർഫീംസ് ഉണ്ട്. മോർഫീം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ടെൻസ് മോർഫീംസിനെ പറ്റിയാണ്. നമുക്ക് ടെൻസിന്റെ ഫോർമേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ് ടെൻസ് മോർഫീംസ് എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കൂ, ഒന്ന് മനസ്സിലാക്കാൻ നോക്കൂ. അത് മലയാളത്തിലുണ്ടോ? ആദ്യ മോർഫീംസ് ഇൻ മലയാളം ഉണ്ട്. ടെൻസ് മോർഫീംസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് കാലപ്രത്യയങ്ങളൊന്നും അല്ലെ. നമുക്ക് അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോ മോർഫീംസ് ഉണ്ട്, അതിന് താഴെ ഫിനീംസ് ഉണ്ട്. PHONEMES ഫിനീംസ്. അപ്പൊ താഴെ നിങ്ങൾ മേലോട്ട് വരാം. ഹൈറാർക്കി ഒന്ന് നോക്കൂ. ഫിനീംസ് ഉണ്ട്, മോർഫീംസ് ഉണ്ട്, വേർഡ് ഉണ്ട്, ഫ്രേസ് ഉണ്ട്, ക്ലോസ് ഉണ്ട്, സെന്റൻസ് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട് അല്ലെ. അങ്ങനെ വേണമെങ്കിൽ സെന്റൻസ് വരെ എടുത്താൽ മതി അല്ലെ. ഇതാണ് ഇതിന്റെ ഹൈറാർക്കി. ഏറ്റവും താഴെ ഫിനീംസ് ആണ്. ഫിനീംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ 44 ഫിനീംസ് ആണല്ലോ. 26 അക്ഷരങ്ങളിൽ 44 ശബ്ദങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഇംഗ്ലീഷില് നോൺ ഫിനറ്റിക് ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് പോലെയല്ല വെച്ചിരിക്കുന്നത് അല്ലെ. APPLE എന്ന് എഴുതിയാൽ APPLE എന്നല്ല വായിക്കുന്നത്, ആപ്പിൾ എന്നാണ്. നേരെ കുറിച്ച് മലയാളത്തിൽ ആപ്പിൾ എന്ന് എഴുതിയാൽ ആപ്പിൾ എന്ന് തന്നെ വായിക്കും അല്ലെ. അപ്പൊ മലയാളം ഒരു അക്ഷരോച്ചാരണ ഭാഷയാണ്. അക്ഷരങ്ങൾ തന്നെ അതുപോലെ വെച്ചിരിക്കുന്ന ഭാഷ എന്നൊന്നും പറയാം. ഒരു ഫിനറ്റിക് ലാംഗ്വേജ് ആണ് മലയാളം അല്ലെ. ഇംഗ്ലീഷ് ഒരു നോൺ ഫിനറ്റിക് ലാംഗ്വേജ് ആണ്. നോക്കൂ, അപ്പൊ ഇംഗ്ലീഷിന്റെ സ്വഭാവം നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാരണം അതാണ് അല്ലെ. നോക്കൂ, ഇപ്പൊ ഡോഗ് എന്ന് എഴുതിയിട്ട് DOG എന്ന് എഴുതിയിട്ട് DOG എന്നല്ല വായിക്കുന്നത് അല്ലെ. അതാണ് പ്രശ്നം. പക്ഷെ മലയാളത്തിൽ നായ എന്ന് എഴുതിയിട്ട് നായ തന്നെ വായിക്കും അല്ലെ. വേറൊരു ചാരണമില്ല. മനസ്സിലായോ? അപ്പോ മോർഫീംസിനെ പറ്റി അഥവാ നോക്കൂ കാലപ്രത്യയങ്ങളെ പറ്റി നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അപ്പൊ ഈ കാര്യം അപ്പോ നമ്മള് നോക്കിയത് വേർഡ്സ് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. നോക്കൂ, ഇവിടെ നമ്മൾ കണ്ടു വേർഡ്സ് ചേർത്താണ് സെന്റൻസ് ഉള്ളത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ സിസ്റ്റം ഉണ്ട്. ലാംഗ്വേജിന്റെ സിസ്റ്റം ആണ്, ഉണ്ട്, ഒരു വ്യവസ്ഥയാണ്. നോക്കൂ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. ലാംഗ്വേജ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനനുസരിച്ച് വേണം വാക്കുകളിൽ നമ്മൾ ക്രമീകരിക്കാൻ. അങ്ങനെ ഒരു പൂർണ്ണമായ അർത്ഥമുള്ള, മനസ്സിലായില്ലേ, ഒരു സെന്റൻസിന് ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ഇൻ ഇറ്റ് സെൽഫ്, സ്വയം നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. ആൻഡ് ഇറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങളായി നിന്നാൽ മതി. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട, ആശയങ്ങളായി തലച്ചോറിക്കുന്നതാണ് അല്ലെ. അതൊരു ഇൻപുട്ടായി മാറണം. ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ മനസ്സിൽ തന്നെ അറിയണം. മനസ്സിലായില്ലേ? അറിഞ്ഞതിൽ നിന്നും കൂടുതൽ അറിയാനുള്ള ഒരു ശ്രമം നടത്തണം. അറിഞ്ഞത് പോരാ, അതിനപ്പുറത്തേക്ക് പോകാൻ, അറിയാത്തതും കൂടെ അറിയാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകും. നോക്കൂ, അത് പ്രോസസ് ചെയ്യണം തലച്ചോറിനുള്ളിൽ അല്ലെ. എവറിഥിങ് ഈസ് ടു ബി പ്രോസസ്ഡ് ഇൻ യുവർ ബ്രെയിൻ. അല്ലാതെ നമ്മൾ എഴുത്തി അടിയത് വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, കാണാതെ പഠിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ വേർഡ്സിനെ പറ്റി എത്രയും നമ്മൾ പഠിച്ചു. ഇനി നോക്കൂ, ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ്? വിച്ച് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡ് ക്ലാസ്? ഞാൻ പറയുന്നു, തൽക്കാലം നമ്മുടെ പഠനത്തിന് ആവശ്യമാണ്. അതൊക്കെ നോക്കൂ, വേർബ്. എന്താണ് ഒരു വേർബ്? പിന്നെ കുട്ടികൾ പറയുന്ന ആക്ഷൻ അല്ലെ. ആക്ഷൻ വേർഡ് ആണ് വേർബ് അല്ലെ. വേർബ് എന്ന് പറയുന്നത് വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ആണ് എന്ന് പറയും. ആണ്, തീർച്ചയായിട്ടും. ഇംഗ്ലീഷ് ഭാഷയിലെ മിക്ക വേർഡ്സും മിക്ക വേർബ്സും ആക്ഷൻ ആണ്. പക്ഷെ ആക്ഷൻ അല്ലാത്ത വേർബ്സും ഉണ്ട്. മനസ്സിലായില്ലേ? ആക്ഷൻ തന്നെ രണ്ടു തരത്തിലുണ്ട്. ഫിസിക്കൽ ആക്ഷനും മെന്റൽ ആക്ഷനും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആക്ഷൻസ് ഉണ്ട്, ഫിസിക്കൽ ആക്ഷൻ ഉണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് വേർബിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഞാൻ ലിസ എന്നൊരു പെൺകുട്ടിയെ പറ്റി നിങ്ങളോട് പറയണം. ലിസ ഇസ് എ നഴ്സ്. ഷീ വർക്ക്സ് in a hospital. She has a car. She has a car. Then
She drives to work. She loves her parents. She is learning German now. She is learning. Learning German now. She wants to go to Germany. Germany. 1, 2, 3, 4, 5, 6, 7. But in this sentence, Lisa is a nurse. She works in a hospital. She has a car. She drives to work. She loves her parents. She is learning German. She wants to go to Germany. നമുക്ക് ഇതെല്ലാം സെന്റൻസുകളാണ്. ഓൾ ദീസ് ആർ സെന്റൻസസ് അല്ലെ. അവയ്ക്ക് പൂർണ്ണമായ അർത്ഥമുണ്ട്. അവ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രാമറ്റിക്കലി അക്സെപ്റ്റബിൾ ആയ ഒരു രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് മീനിങ് ഉള്ളത്. നോക്കൂ, ലിസ ഈസ് സെന്റൻസിലെ സബ്ജക്റ്റ് ആണ്. നോക്കൂ, ലിസ ഈസ് എന്ന് പറയുന്നതിൽ വെർബാണ്. ഈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പറയും സഹായകരീതി തന്നെയാണ്. പക്ഷെ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതൊരു ഇൻഡിപെൻഡന്റ് വെർബാണ്. സോ ഈസ് ഇതൊരു ആക്ഷനാണ്. ഞാനൊരു അധ്യാപകൻ എന്ന് പറയുന്നതിലെ ആകുന്നു ആക്ഷനാണോ? പക്ഷെ ആകുന്നു മലയാളത്തിലും ഒരു വെർബ് തന്നെയാണ്, ഉറപ്പായും. നോക്കൂ, അപ്പൊ ഈസ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. പക്ഷെ ഈസ് ഒരു ആക്ഷൻ അല്ല. നോക്കൂ, ഈസ് ഒരു സ്റ്റേറ്റ് ആണ് അല്ലെ, ഒരു അവസ്ഥയാണ്. ആകുന്നു, ആകെ പ്ലസ് ഒന്നു എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ ചേർന്നാണ് ഉണ്ടായത് മലയാളം. ഈസ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. അടുത്തത് ഷീ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഇവിടെ വർക്ക്സ് ആണ് വെർബ്. ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങള് ലിസയുടെ ഹോസ്പിറ്റലിൽ ചെന്നാലും കാണാം. അവിടെ രാവിലെ ജോലി തുടങ്ങുന്നു, പല ഇഞ്ചക്ഷൻ കൊടുക്കുന്നു അല്ലെ, ബ്ലഡ് എടുക്കുന്നു, എന്തെല്ലാം ജോലികൾ നഴ്സിനുണ്ട് അതൊക്കെ ചെയ്യുന്നത് കാണാം, ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം, അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നത് കാണാം അല്ലെ. അപ്പോ ഈ ആക്ഷൻ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ഒബ്സർവബിൾ ആയിട്ടുള്ള സംഭവമാണ്. അത് തുടങ്ങുന്നു അല്ലെ, ഷീ സ്റ്റാർട്ട്സ് വർക്കിംഗ് അല്ലെ, ആൻഡ് ദെൻ ഷീ ഈസ് ഡൂയിങ് ഹർ വർക്ക് ആൻഡ് ദെൻ ഷീ സ്റ്റോപ്സ് ഓർ എൻഡ്സ് ഹർ വർക്ക് അല്ലെ. ഇങ്ങനെയുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡൈനമിക് വെർബ്സ്. ഇതൊരു ആക്ഷൻ വെർബാണ്, അതേസമയം ഇറ്റ്സ് എ ഡൈനമിക് വെർബ്. ഡൈനമിക് എന്ന് പറയുന്ന സ്വഭാവം നമുക്ക് ഈ ആക്ഷൻ കാണാമെന്നുള്ളതുകൊണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഞാൻ ബോർഡിൽ എഴുതുന്നു, ഇതൊക്കെ ആക്ഷൻസ് ആണ്, നിങ്ങൾക്ക് കാണാവുന്ന ആക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡൈനമിക് വെർബ്സ് എന്ന് പറയുന്നത്. ഷീ ഹാസ് എ കാർ. വീണ്ടും നമുക്ക് ഉണ്ട് ഒരു വെർബാണോ എന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. നോ അവർ സമ്മതിക്കുകയില്ല. ഉണ്ട് ഒരു വെർബേ അല്ല. ഉണ്ട് എങ്ങനെ വെർബാവും? ആക്ഷൻ അല്ലല്ലോ. അപ്പൊ അവർക്ക് വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ മാത്രമാണ്. അപ്പൊ ഹാസ് ഉണ്ട്. ഷീ ഹാസ് എ കാർ മീൻസ് ഷീ ഓൺസ് എ കാർ. അവിടെ നമ്മൾ ഒരു ലോജിക്കലായി ചിന്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇതൊരു സെന്റൻസ് ആണെങ്കിൽ, സെന്റൻസിനെ പറ്റി ഒരു കുട്ടിക്ക് അറിയാമെങ്കിൽ ഇതിനകത്തൊരു വെർബ് ഉണ്ടാവും. ആ വെർബ് ഇതിനകത്ത് ഹാസ് ആണ് എന്നത് ചിന്തിക്കാൻ കഴിയും. അടുത്ത ഷീ ഡ്രൈവ്സ് ടു വർക്ക്. ഡ്രൈവിംഗ് നമുക്ക് കാണാമല്ലോ. പോലീസ് റോഡിലൂടെ അവരുടെ കാർ ഓടിച്ചു പോകുന്നത് നമുക്ക് കാണാം അല്ലെ. ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആക്ഷൻ അവള് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. നോക്കൂ, ഷീ ഡ്രൈവ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ട് അവള് വണ്ടി ഓടിച്ചാണ് ജോലിക്ക് പോകുന്നത്. ഷീ ലവ്സ് ഹർ പേരൻസ്. ലവ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഫീലിംഗ് ആണല്ലേ, ഒരു ഫീലിംഗ് ആണത്, ഒരു ഇമോഷൻ ആണത്. നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു ഫിസിക്കൽ ആക്ഷൻ അല്ല, മനസ്സിലായല്ലോ. നോക്കൂ, അപ്പൊ ഇതൊരു സ്റ്റേറ്റീവ് വെർബാണ്. അടുത്തത് ഷീ ഈസ് ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്നത് നോക്കൂ ഒരു ആക്ഷൻ തന്നെയാണ് അല്ലെ. പഠിച്ചു തുടങ്ങുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിത്തം അവസാനിപ്പിക്കുന്നു. ഷീ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു മാസത്തിന് മുമ്പാണ് അവൾ ലേണിംഗ് ആരംഭിച്ചത്. ഒരു മാസം കൂടി പഠിക്കുമ്പോൾ അവളുടെ കോഴ്സ് തീരും അല്ലെ. അപ്പൊ ഈസ് ലേണിംഗ്, ഇവിടെ ഈസ് പ്ലസ് ലേണിംഗ് രണ്ട് വാക്കുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഷീ ഹാസ് ബീൻ ലേണിംഗ് എന്ന് പറയാം. ഷീ ഹാസ് ബീൻ ലേണിംഗ് ജർമ്മൻ ഫോർ ദി ലാസ്റ്റ് 2 months എന്ന് പറഞ്ഞാലും ഈ സെന്റൻസ് കറക്റ്റ് ആണ്. അവിടെ ഹാസും ബീനും ലേണിംഗും വന്നു. ഇതൊരു വെർബ് ഫ്രേസ് ആണ്. അപ്പൊ വെർബിന് സിംഗിൾ വേർഡ് മാത്രമല്ല അല്ലെ. നോക്കൂ, അത് ഒന്നിലധികം വാക്കുകൾ അതിനകത്ത് വരാം അല്ലെ. നോക്കൂ, അപ്പോഴതിനെ നമ്മള് വെർബ് ഫ്രേസ് എന്ന് പറയും. ഇത് വെർബിലാണ്. ഈ വെർബിൽ 1 വേർഡേ ഉള്ളൂ. ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോ ഈസ് ലിസ്ണിംഗ് ഓർ ഹാസ് ബീൻ ലിസ്ണിംഗ് ചേർത്ത് നമ്മൾ സെന്റൻസ് എഴുതിയിട്ടേക്കും. ഷീ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ് നൗ ഓർ ഷീ ഹാസ് ബീൻ ലേണിംഗ് ജർമ്മൻ ഫോർ എ ലോങ് ടൈം ഫോർ ദി ലാസ്റ്റ് 2 months. ഇനി അടുത്തത് ഷീ വാണ്ട്സ് ടു ഗോ ടു ജർമ്മനി. വാണ്ട്സ് എന്ന് പറയുന്നത് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. ഐ വാണ്ട് a glass of water എന്ന് ഞാൻ പറഞ്ഞാൽ ആ വാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു ആക്ഷൻ ആണോ? നോ, ഇറ്റ് സൗണ്ട്സ് ടു സ്റ്റേറ്റീവ് വെർബ്. അപ്പോ ഒരു സ്റ്റേറ്റീവ് വെർബിനെ പലപ്പോഴും നോക്കൂ ആക്ഷൻസ് ഫിസിക്കൽ അല്ലാത്ത ആക്ഷൻസ് ഉണ്ട്. അതിനെ കൂടെ നമ്മൾ ആക്ഷൻ എന്ന് തന്നെ പറയാം. പക്ഷെ ഡൈനമിക് വെർബ്സ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്.
ആ ആക്ഷൻ നമുക്ക് തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതും പുരോഗമിക്കുന്നതും അവസാനിക്കുന്നതും കാണാൻ പറ്റും. ഇങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലെ? അപ്പോ ഇത്രയുമാണ് വേർബുകൾ. അപ്പോ വാട്ട്സ് എ verb? A verb is a word that describes an action or a state. Action or a state. അതൊരു ഇമോഷൻ ആകാം, ഫീലിംഗ് ആകാം അല്ലെ? നമുക്കൊരു സെൻസ് പെർസെപ്ഷൻ ആവാം, കാണുന്നു കേൾക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകളാകാം അല്ലെ? നോക്കൂ, അതുപോലെ നോക്കൂ, ഇപ്പൊ ഇവിടെ ഒരു ബോട്ടിലുണ്ട്, അതിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. ദിസ് ബോട്ടിൽ കണ്ടെയ്ൻസ് വാട്ടർ. ആ കണ്ടെയ്ൻസ് എന്ന് പറയുന്ന പ്രവൃത്തി തുടരുകയും അവസാനിക്കുകയും ചെയ്യുന്ന കാര്യമില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ് ആണ്. അത്തരം വാക്കുകളെ നമ്മൾക്ക് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രം പഠിക്കാം. മനസ്സിലാവും? തൽക്കാലം ഇംഗ്ലീഷിൽ ഷീ ഇസ് ലവിംഗ് ഹെർ പേരൻസ് എന്ന് പറയുന്ന വാചകം തെറ്റാണ്. ലവ് എന്ന് പറയുന്ന വാക്ക് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. നമുക്ക് അതിനൊരിക്കലും കണ്ടിന്യൂസ്, ഒരിക്കലും എന്ന് പറഞ്ഞാൽ അതിന് യൂഷ്വലി സാധാരണഗതിയിൽ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവില്ല. അപ്പൊ പല സ്റ്റേറ്റീവ് വെർബുകളും നമുക്ക് ചില പ്രത്യേക കോണ്ടെക്സ്റ്റുകളിൽ ആക്ഷൻ വെർബ്സ് ആകാറുണ്ട്. അതിന് നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ദി ടൂറിസ്റ്റ് ഈസ് സീയിങ് ദി സിറ്റി. സീ എന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ആണ്, കാണുക എന്നാണ്. ടൂറിസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു ബോധപൂർവമായ പ്രവൃത്തിയായിട്ട് നോക്കണം, കാണുക എന്നത് അല്ലെ? മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ തലേ ദിവസം ഇരുന്ന പാല് ഫ്രിഡ്ജിലിരുന്നത് ചീത്തയെന്ന് അറിയാൻ വേണ്ടി അമ്മ അത് മണത്ത് നോക്കും. ഷീസ് ആക്ച്വലി എന്ത് ചെയ്യണം? സ്മെല്ലിങ് ഇറ്റ്. സ്മെൽ എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷൻ ആണ്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ വി വിൽ ഡിസ്കസ് ഓൾ ദീസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ ഇൻ കമ്മിങ് വീഡിയോസ്. മനസ്സിലായോ? നമുക്ക് തൽക്കാലം നിങ്ങൾ ഇത്രയും പഠിക്കാം. അപ്പൊ വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ മാത്രമല്ല അല്ലെ? സ്റ്റേറ്റീവ് ടൈപ്പ് വേർബ്സ് ഉണ്ട്. ഈ സ്റ്റേറ്റീവ് ടൈപ്പ് വേർബ്സിൽ ഒരു വിഭാഗം ലിങ്കിങ് ആണ്. അത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. ഈസ് ഒരു ലിങ്കിങ് വേർബാണ്. ലിങ്കിങ് രണ്ടുപേര് ചേർക്കുന്ന, ലിസയെയും നഴ്സിനെയും കൂട്ടി ചേർക്കുന്ന ഒരു ജോലി മാത്രമേ ഇവിടെ ഈസിനുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വേർബാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ലിങ്കിങ് വേർബ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ഇത് കൂടുതൽ പഠിക്കും. എന്താണ് ഒരു ആക്ഷൻ വേർബ്, എന്താണ് ഡൈനമിക് വേർബ്, എന്താണ് സ്റ്റേറ്റീവ് വേർബ്, എന്താണ് ലിങ്കിങ് വേർബ് എന്നൊക്കെ നമ്മൾ തിരിച്ച് പഠിക്കും. അത് ഭാഷയിലൂടെ പഠിക്കുന്നത്, അതിന് ഡെഫിനിഷൻസ് ഒന്നുമല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും വേർഡ്സ്. അപ്പൊ വേർബ്സിന്റെ എന്താണ് ഒരു വേർബ് എന്നതിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്കിപ്പോ ഒരു കംപ്ലീറ്റ് ഡെഫിനിഷൻ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു അല്ലെ? പൂർണ്ണമായ ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റുന്നുണ്ട്. കണ്ടാൽ വേർബ്സിനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇനി ആരെങ്കിലും വേർബ് എന്താണെന്ന് ചോദിച്ചാൽ ആക്ഷൻ വെർബ് ആണെന്ന് മാത്രം പറയരുത്. ഈ ഉദാഹരണങ്ങൾ പറഞ്ഞായിരുന്നു ഇതെല്ലാം വേർബ്സ് ഉണ്ട്, ഇതെല്ലാം വേർബ്സ് ആണ് എന്ന് മാത്രം പറഞ്ഞാലും പ്രോബ്ലം ഇല്ല. മനസ്സിലായാലോ? ഇനി നമ്മൾ ഒരു ഇംഗ്ലീഷ് വേർബ് എടുക്കുകയാണ്. നമ്മളൊരു ആക്ഷൻ വേർബ് എടുക്കും. ടു റൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ടു പ്ലേ. ടു പ്ലേ, ടു പ്ലേ. നമുക്ക് ഇതിന് നമ്മുടെ ഇൻഫിനിറ്റീവ് എന്നാണ് പറയുക. ഇതിന് ഇൻഫിനിറ്റീവുകൾ ടെൻസ് ഇല്ല. റൂട്ട് എന്നൊക്കെ ബേസ് വെർബ് എന്നൊക്കെ പറയാം. നമുക്ക് അടുത്ത് നമ്മൾ എടുക്കുന്ന വെർബ് ടു റൈറ്റ്. ടു പ്ലേ ആൻഡ് ടു റൈറ്റ്. ഈ വെർബുകൾക്ക് എത്ര രൂപമുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിലാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഇതിന് എത്ര രൂപങ്ങളുണ്ട്? V1, V2, V3 എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ അതെനിക്ക് സ്വീകാര്യമല്ല. മനസ്സിലല്ലേ? നമ്മൾ ഇത് എ വെർബ്, ഇത് ബി, ഇത് സി എന്ന് പറയുന്നതിന് തുല്യമേ ആവുന്നുള്ളത്. അപ്പൊ ഇവയുടെ ഫംഗ്ഷൻ കൂടി വ്യക്തമാകുന്ന തരത്തിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ബാക്കിയുള്ള വെർബുകളുടെ ലിസ്റ്റാണ് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. 1, 2, 3, 4, 5 ഇത്രയും രൂപങ്ങളുണ്ട് ഇത്. ഇത് നമ്മൾ പഠിക്കാൻ പോകും. ഇത് രണ്ട് ടൈപ്പ് ഓഫ് വെർബാണ്. എന്തുകൊണ്ട്? ഇതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So that's only in this video, and we will start from where we left off today. So ഇത് useful ആയി നിങ്ങൾക്ക് തോന്നുന്നു. If you find this video useful, don't forget to like, comment, subscribe and share.